ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ മഹാലക്ഷ്മി അഷ്ടകമാണ് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗത്മാതർ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗത്മാതേ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യ പഠേൽ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലം യ പഠേ നിത്യം ധനധാന്യസമന്വിത ത്രികാലം യ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർഭവേ നിത്യം പ്രസന്നാ വരദാ ശുഭാ. അർത്ഥം: മഹാമായയും ശ്രീപീഠത്തിങ്കൽ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും ശംഖം, ചക്രം, ഗദ എന്നിവയെ ധരിച്ചിരിക്കുന്നവളുമായ ലക്ഷ്മീദേവി, അവിടുത്തേക്ക് നമസ്കാരം. ഗരുഡാരൂഢയും കോലാസുരനെ നിഗ്രഹിച്ചവളും സർവപാപങ്ങളെയും ഹരിക്കുന്നവളുമായ ദേവി മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. സർവജ്ഞയും സർവവരദായിനിയും ദുഷ്ടതയെ നിഹനിക്കുന്നവളും സർവദുഃഖങ്ങളെയും ഹരിക്കുന്നവളുമായ ദേവി മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. സിദ്ധിബുദ്ധിപ്രദായിനി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗത്മാതേ മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗത്മാതേ മഹാലക്ഷ്മി, അവിടുത്തേക്ക് നമസ്കാരം. മഹാലക്ഷ്മി അഷ്ടക സ്തോത്രത്തെ പഠിക്കുന്ന ഭക്തിമാനായ മനുഷ്യർക്ക് സർവസിദ്ധികളെയും രാജ്യഭോഗങ്ങളെയും ലഭിക്കുന്നു. നിത്യവും ഒരു പ്രാവശ്യം
പഠിച്ചാൽ സർവ്വപാപങ്ങളും നശിക്കണു. 2 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ധനധാന്യ സമൃദ്ധി ഉള്ളവനായിട്ട് ഭവിക്കണു. 3 നേരം വീതം ജപിക്കുകയാണെങ്കിൽ സർവ്വശത്രുക്കളും നശിക്കണു. മഹാലക്ഷ്മി എന്നും പ്രസന്നയായിട്ട് ഇഷ്ടവരങ്ങളെ തന്ന് മംഗളം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.